ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം എവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നെസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. എസ്തേർ എന്ന പുസ്തകമാണല്ലോ നാം പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം നമ്മൾ വായിച്ച് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ 3-ാം അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെട്ട ഹാമാൻ എന്ന വില്ലൻ, ഇസ്രായേൽ ജനത്തെ, യഹൂദ ജനതയുടെ വംശഹത്യ നടത്താൻ ആഗ്രഹിക്കുന്നവൻ. പേർഷ്യൻ രാജ്യത്ത് അവന് ലഭിച്ച വലിയ ഒരു അധികാരം, ആ അധികാരത്തെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് പേർഷ്യൻ രാജാവിന് കൈക്കൂലി കൊടുത്തുകൊണ്ട് നുണപ്രചരണങ്ങൾ യഹൂദർക്കെതിരെ അഴിച്ചുവിട്ടുകൊണ്ട് എപ്രകാരമാണ് യഹൂദരെ വംശനാശം നടത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് എന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ ഭാഗമായി അയാൾ നടത്തിയ പ്രവർത്തനങ്ങൾ വിജയിക്കുകയും ഒടുവിൽ അഹസ്വേരൂസ് എന്ന പേർഷ്യൻ രാജാവ് തൻ്റെ മുദ്രമോതിരം കയ്യിൽ നിന്നും ഊരി ഹാമാനെ ഏൽപ്പിക്കുകയും ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ യഹൂദർക്കെതിരെ എന്ത് നടപടിയും സ്വീകരിക്കുന്നതിനുള്ള അനിയന്ത്രിതമായ അധികാരം ഹാമാന് നൽകപ്പെട്ടിരിക്കുന്നു. ഇഷ്ടമുള്ള രീതിയിൽ അയാൾക്ക് രാജശാസനം എഴുതിയുണ്ടാക്കാം. ആ രാജശാസനത്തിൽ രാജാവിൻ്റെ മുദ്രമോതിരം കൊണ്ട് മുദ്ര ചാർത്താം. അങ്ങനെ ആ രാജശാസനം രാജ്യത്തിൻ്റെ, സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചു കൊടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യാം. ഇതാണ് അനിയന്ത്രിതമായ അധികാരം. എപ്രകാരമാണ് ഹാമാൻ ലഭിച്ചതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അങ്ങനെ തനിക്ക് ലഭിച്ച അനിയന്ത്രിതമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് യഹൂദരുടെ കൂട്ടക്കൊലയ്ക്കായി ഹാമാൻ ഒരു തീയതി നിശ്ചയിക്കുകയാണ്. യഹൂദരുടെ വംശഹത്യയ്ക്കായി ഒരു തീയതി നിശ്ചയിക്കുന്നു. അത് ഒരു 13-ാം തീയതിയാണ്. വംശനാശത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട 13-ാം തീയതിയെക്കുറിച്ചുള്ള വിവരണം 3-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളിലുണ്ട്. നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിച്ചതിന് ശേഷം അത് വ്യാഖ്യാനിക്കാം. ഈ സമയം സാധിക്കുമെങ്കിൽ എല്ലാവരും വിശുദ്ധ ഗ്രന്ഥമൊന്ന് കയ്യിലെടുക്കുക. എസ്തേറിൻ്റെ പുസ്തകം 3-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. ആദ്യ മാസം 13-ാം ദിവസം രാജാവിൻ്റെ എഴുത്തുകാരെ വിളിച്ചുകൂട്ടി ഹാമാൻ കൽപ്പിച്ചതുപോലെ അവർ ഒരു രാജശാസനം എഴുതിയുണ്ടാക്കി. രാജപ്രതിനിധികൾക്കും സകല പ്രവിശ്യകളിലെയും നാടുവാഴികൾക്കും എല്ലാ ജനതകളുടെയും പ്രഭുക്കന്മാർക്കും ഓരോ പ്രവിശ്യയ്ക്കും അതതിൻ്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതതിൻ്റെ ഭാഷയിലും അഹസ്വേരൂസ് രാജാവിൻ്റെ നാമത്തിൽ എഴുതി രാജമോതിരം കൊണ്ട് അതിൽ മുദ്ര വെച്ചു. സകല യഹൂദരെയും, യുവാക്കന്മാരെയും വൃദ്ധരെയും സ്ത്രീകളെയും കുട്ടികളെയും 12-ാം മാസമായ ആദാർ മാസം 13-ാം തീയതി ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിക്കുന്നതിനും കൊല്ലുന്നതിനും വംശനാശം വരുത്തുന്നതിനും അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കുന്നതിനും രാജാവിൻ്റെ സകല പ്രവിശ്യകളിലേക്കും ദൂതന്മാർ വഴി കത്തുകൾ അയച്ചു. 13 എന്ന സംഖ്യയോട് പൊതുവിൽ ആളുകൾ ഒരു വിപ്രതിപത്തി പുലർത്തുന്നത് ഇന്നും സാധാരണമാണല്ലോ. ഉദാഹരണത്തിന് ഇന്നും ചില വിമാനങ്ങളിൽ 13 എന്ന നമ്പറുള്ള സീറ്റുകളില്ല. ആ ഒരു റോ തന്നെ ഉണ്ടാവുകയില്ല.
വിഖ്യാതമായ അന്താരാഷ്ട്ര നിലവാരമുള്ള പല ഹോട്ടലുകളിൽ പോലും ഇന്നും 13-ാം നമ്പർ മുറികൾ ഇല്ല. അതായത് 13 എന്ന സംഖ്യയോട് പൊതുവിൽ ആളുകൾക്ക് ഒരു ഇഷ്ടക്കേടുണ്ട്. ഒരുപക്ഷെ അന്ധവിശ്വാസം എന്ന് പരിഗണിക്കാവുന്ന 13നോടുള്ള വിപ്രതിപത്തിക്ക് ചരിത്രപരമായ പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണമാണ് ഹാമാൻ യഹൂദരുടെ കൂട്ടക്കൊലയ്ക്കായി തിരഞ്ഞെടുത്തത് ഒരു 13-ാം തീയതി ആയിരുന്നു എന്നത്. 13-ാം തീയതി യഹൂദരെ കൊല്ലാനായിട്ടുള്ള ശ്രമം നടത്തി എന്നതുകൊണ്ടാണ് 13നോട് ഒരു ഇഷ്ടക്കേട് പൊതുവിൽ ഉണ്ടാകുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം അതാണ്. ഇനി എന്താണ് രാജശാസനം, എപ്രകാരമാണ് ഉണ്ടാക്കപ്പെട്ടത്, തയ്യാറാക്കപ്പെട്ടതെന്നൊക്കെ പിന്നെ നമ്മളിവിടെ വായിച്ചു കേട്ടു. പ്രധാനമായും 3 കാര്യങ്ങളാണ് യഹൂദരുടെ വംശഹത്യയെ കുറിക്കുന്ന ഈ രാജശാസനത്തിൻ്റെ ഉള്ളടക്കം ആയിട്ടുള്ളത്. ഒന്ന്, രാജശാസനം എഴുതി ഉണ്ടാക്കുന്ന രീതി. രാജാവിൻ്റെ നാമത്തിൽ മോതിരം കൊണ്ടുള്ള മുദ്ര വയ്ക്കൽ, രാജകീയ ദൂതന്മാർ വഴി രാജശാസനം അയക്കലും വിളംബരം ചെയ്യലും. ഈ 3 ഘടകങ്ങൾ പ്രധാനപ്പെട്ടതാണ്. രാജശാസനം വ്യക്തമായ രീതിയിൽ എഴുതി ഉണ്ടാക്കുന്നു. പിന്നീട് രാജാവ് തന്നെ ഹാമാന് ഊരിക്കൊടുത്ത രാജമോതിരം ഉപയോഗിച്ചുകൊണ്ട് ആ രാജശാസനത്തിൽ മുദ്ര വയ്ക്കുന്നു, സീലടിക്കുന്നു. പിന്നീട് ഓരോ ജനതയുടെയും ഭാഷയിൽ, ലിപിയിൽ ഈ രാജശാസനത്തെ ഭാഷാന്തരം ചെയ്ത് സാമ്രാജ്യം മുഴുവൻ അത് നൽകപ്പെടുന്നു, വിളംബരം ചെയ്യപ്പെടുന്നു. 13-ാം ദിവസം രാജാവിൻ്റെ എഴുത്തുകാരെ വിളിച്ചുകൂട്ടി ഹാമാൻ കൽപ്പിച്ചതുപോലെ ഒരു രാജശാസനം എഴുതിയുണ്ടാക്കി. രാജശാസനം എഴുതപ്പെടുന്നത് ഒരു 13-ാം ദിവസമാണ്, 13-ാം തീയതിയാണ്. രാജശാസനം നടപ്പാക്കപ്പെടാൻ പോകുന്നതും മറ്റൊരു മാസത്തിൻ്റെ 13-ാം തീയതിയാണ്. രാജപ്രതിനിധികൾക്കും സകല പ്രവിശ്യകളിലെയും നാടുവാഴികൾക്കും എല്ലാ ജനതകളുടെയും പ്രഭുക്കന്മാർക്കും ഓരോ പ്രവിശ്യയ്ക്കും അതതിൻ്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതതിൻ്റെ ഭാഷയിലും അഹസ്വേരുസ് രാജാവിൻ്റെ നാമത്തിൽ എഴുതി രാജമോതിരം കൊണ്ട് അതിൽ മുദ്ര വെച്ചു. രാജാവിൻ്റെ സകല പ്രവിശ്യകളിലേക്കും ദൂതന്മാർ വഴി കത്തുകൾ അയച്ചു എന്നാണ് നമ്മൾ വായിച്ചത്. എന്താണ് ഇതിനർത്ഥം? ഇതുപോലെയൊരു രാജശാസനം ഇതിനു മുൻപ് പുറപ്പെടുവിക്കപ്പെടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വഷ്തി രാജ്ഞിക്കെതിരെയാണ്. വഷ്തി രാജ്ഞിക്കെതിരെ രാജ്ഞിയെ രാജ്ഞി പദത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്തുകൊണ്ടുള്ള രാജശാസനവും ഇതുപോലെ തന്നെ ഓരോ പ്രവിശ്യയ്ക്കും അതതിൻ്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതതിൻ്റെ ഭാഷയിലുമൊക്കെ എഴുതി മുദ്ര വയ്ക്കപ്പെട്ട് അയച്ചതാണ്. എന്ന് പറഞ്ഞാൽ ഈ രാജശാസനം ഇനി പിൻവലിക്കാൻ സാധിക്കുകയില്ല. പേർഷ്യൻ രാജാക്കന്മാർ ഇപ്രകാരം തയ്യാറാക്കി എഴുതി അയക്കുന്ന രാജശാസനം പിൻവലിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ യഹൂദരുടെ കൂട്ടക്കൊല ഉറപ്പാണ്. അതിനൊരു മാറ്റം സംഭവിക്കുക അസാധ്യമാണ് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി എന്തായിരുന്നു ഈ രാജശാസനത്തിൻ്റെ ഉള്ളടക്കം? പ്രധാനമായും യഹൂദരുടെ നിർമ്മാർജ്ജനം, വംശഹത്യ തന്നെയാണ്. സകല യഹൂദരെയും, യുവാക്കന്മാരെയും, വൃദ്ധന്മാരെയും, സ്ത്രീകളെയും, കുട്ടികളെയും 12-ാം മാസമായ ആദാർ മാസം 13-ാം തീയതി ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിക്കുക, കൊല്ലുക, വംശനാശം വരുത്തുക, അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കുക എന്നിവയാണ് രാജശാസനത്തിൻ്റെ ഉള്ളടക്കം. ഈ രാജശാസനത്തിൻ്റെ വേർഡ് ബൈ വേർഡായിട്ടുള്ള ഉള്ളടക്കം ഇതിന് ശേഷം 13-ാം അധ്യായത്തിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഇതിന് ശേഷം, ഈ വ്യാഖ്യാനത്തിന് ശേഷം നമ്മളത് വിശദമായിട്ട് കാണുന്നതാണ്. അപ്പോൾ യഹൂദരുടെ വംശഹത്യയ്ക്കുള്ള
തീയതി കുറിക്കപ്പെട്ട് കഴിഞ്ഞു. യഹൂദരുടെ കൂട്ടക്കൊലയ്ക്കുള്ള രാജകീയ ശാസനം, നിർദ്ദേശം ഇതാ മുദ്ര വയ്ക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ നടപ്പാക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. രാജശാസനം തയ്യാറാക്കപ്പെട്ടതിന് ശേഷം ഏതാണ്ട് 1 വർഷം കഴിയുമ്പോഴാണ് അത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യ മാസം 13-ാം ദിവസം രാജാവിൻ്റെ എഴുത്തുകാരെ ഹാമാൻ വിളിച്ചുകൂട്ടി. ഹാമാൻ കൽപ്പിച്ചതുപോലെ, അയാളുടെ ആഗ്രഹം പോലെ അവർ രാജശാസനം എഴുതിയുണ്ടാക്കി. നീസാൻ മാസത്തിൻ്റെ 13-ാം ദിവസം അഥവാ പെസഹ തിരുനാളിൻ്റെ തലേ ദിവസമാണ് യഹൂദരുടെ കൂട്ടക്കൊലയ്ക്കുള്ള രാജശാസനം എഴുതപ്പെട്ടത്. അതായത് വർഷത്തിൻ്റെ ആദ്യ മാസം 13-ാം ദിവസം രാജശാസനം എഴുതപ്പെട്ടു. ഇനി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് വർഷത്തിൻ്റെ അവസാന മാസം ആദാർ മാസം 13-ാം ദിവസമാണ്. ഈ നീസാൻ മാസം, അതായത് വർഷത്തിൻ്റെ ആദ്യ മാസം 13-ന് ഒരു പ്രത്യേകതയുണ്ട്. നീസാൻ മാസം 14-ാം തീയതിയാണ് യഹൂദർ പെസഹ ആചരിക്കുന്നത്. അപ്പോൾ യഹൂദർ അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായ പെസഹ ആചരണത്തിന് വേണ്ടി കുഞ്ഞാടുകളെ ബലി കഴിപ്പിച്ച് കുഞ്ഞാടുകളുടെ രക്തം അവരുടെ രക്ഷയ്ക്ക് പുറപ്പാടിന് നിമിത്തമായതിനെക്കുറിച്ചൊക്കെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന യഹൂദരുടെ മതജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുനാളിന് വേണ്ടി യഹൂദർ ഒരുങ്ങുന്ന ആ സന്ധ്യയിൽ, 13-ാം ദിവസത്തിൻ്റെ സന്ധ്യയിൽ യഹൂദരുടെ കൂട്ടക്കരച്ചിൽ ഉയർന്നു കേൾക്കണം. കുഞ്ഞാടുകൾ കൊല്ലപ്പെടുന്നതിൻ്റെ മുൻപ്, 1 ദിവസം മുൻപ് യഹൂദരുടെ രക്തം പേർഷ്യൻ സാമ്രാജ്യത്തിലെങ്ങും ഒഴുകണം. ഇതാണ് ഹാമാൻ്റെ ആഗ്രഹം. 1 വർഷം മുൻപ് അവരുടെ കൊലയ്ക്കുള്ള ദിവസം, സമയം കുറിക്കപ്പെട്ടിരിക്കുന്നു. 12-ാം മാസമായ ആദാർ മാസം 13-ാം തീയതി ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിക്കുന്നതിനും കൊല്ലുന്നതിനും വംശനാശം വരുത്തുന്നതിനും അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കുന്നതിനും രാജാവിൻ്റെ സകല പ്രവിശ്യകളിലേക്കും ദൂതന്മാർ വഴി ഈ കത്തുകൾ അയക്കുകയാണ്. എന്തുകൊണ്ടാണ് 1 വർഷം മുൻപ് ഈ നിർദ്ദേശം കൊടുത്തിട്ട് 1 വർഷത്തിന് ശേഷം ഈ നിർദ്ദേശം നടപ്പാക്കുന്നത്? ഈ കാലതാമസം എന്തിനാണ് എന്നതിൻ്റെ കാര്യം ഇവിടെ വ്യക്തമല്ല. 2 അനുമാനങ്ങളിൽ നമുക്ക് എത്താൻ സാധിക്കും. ഒന്ന്, ഈ 1 വർഷം സമയം വിളംബരം പുറപ്പെടുവിച്ചതിന് ശേഷം അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള 1 വർഷത്തെ സമയമെന്നത് ദൈവമായ കർത്താവിന് ജനത്തിൻ്റെ രക്ഷയ്ക്കായി ഇടപെടുന്നതിനുള്ള രക്ഷാകരമായ സമയത്തിൻ്റെ ദൈർഘ്യത്തെ സൂചിപ്പിക്കാനായിട്ടായിരിക്കാം. അതായത് 1 വർഷമുണ്ട്, അതിനിടയിൽ ദൈവമായ കർത്താവിന് തൻ്റെ ജനത്തിൻ്റെ രക്ഷയ്ക്കായി ഇടപെടാൻ സാധിക്കും. അതല്ലെങ്കിൽ തങ്ങളുടെ വധശിക്ഷയുടെ ദിവസം കുറിക്കപ്പെട്ടതിന് ശേഷം 1 വർഷം മനസ്സ് നീറി ഈ ജനം ജീവിക്കുന്നത് കാണാൻ, ഇഞ്ചിഞ്ചായി അവർ സ്വയം ഉരുകിത്തീരുന്നത് കാണാനുള്ള ശത്രുവായ ഹാമാൻ്റെ ആഗ്രഹം കൊണ്ട് കൂടിയായിരിക്കാം 1 വർഷം മുൻപ് അവരുടെ വധശിക്ഷ വിധിക്കപ്പെടുന്നത് എന്നും അനുമാനിക്കാവുന്നതാണ്. ഏതായാലും ഇത്തരത്തിൽ യഹൂദരുടെ അന്ത്യം ഒരു രാജശാസനമായി കുറിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഇതിന് ശേഷം പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നത്? ഈ രാജശാസനത്തിൻ്റെ വിളംബരത്തെ സംബന്ധിച്ചും അതിനോടുള്ള നഗരത്തിൻ്റെ പ്രതികരണം സംബന്ധിച്ചും 3-ാം അധ്യായത്തിൻ്റെ 14-15 തിരുവചനങ്ങളിൽ പറയുന്നുണ്ട്. അതിനിടയിൽ, അതായത് 3-ാം അധ്യായത്തിൻ്റെ 13 വരെയുള്ള തിരുവചനങ്ങൾക്ക് ശേഷം 13-ാം അധ്യായമാണ് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത്. അതിനുശേഷം 14-15 തിരുവചനങ്ങൾ, 3, 14, 15 തിരുവചനങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചേർത്തിരിക്കുകയാണ്. ഞാൻ ഇവിടെ ആ ഭാഗം കൂടി ഈ അധ്യായത്തിൻ്റെ കൂടെ ചേർത്ത് വായിക്കുകയാണ്. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം കഴിഞ്ഞിട്ട് പിന്നീട് 13-ാം അധ്യായമായിരിക്കും കാണുക. അതിനുശേഷം 13-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ 3-ാം അധ്യായത്തിൻ്റെ 14, 15 തിരുവചനങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ 3-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 14, 15 വാക്യങ്ങൾ കൂടി ഒന്ന് വായിക്കുകയാണ്.
എല്ലാ ജനതകളും ആ ദിവസത്തേക്ക് തയ്യാറായിരിക്കാൻ വേണ്ടി ഈ രേഖയുടെ പകർപ്പ് രാജശാസനമായി എല്ലാ പ്രവിശ്യകളിലും എത്തിച്ച് വിളംബരം ചെയ്യേണ്ടിയിരിക്കുന്നു. രാജകൽപ്പന പ്രകാരം ദൂതന്മാർ ശീഘ്രം പോയി തലസ്ഥാനമായ സൂസായിൽ ഈ വിളംബരം പ്രസിദ്ധപ്പെടുത്തി. രാജാവും ഹാമാനും മദ്യപിച്ചുകൊണ്ടിരുന്ന ആ സമയം സൂസാ നഗരം അസ്വസ്ഥമായിരുന്നു. യഹൂദരുടെ കൂട്ടക്കൊലയ്ക്ക് വിളംബരം പുറപ്പെടുവിച്ച രാജാവും ഹാമാനും മദ്യലഹരിയിലാണ്. സൂസ എന്ന തലസ്ഥാന നഗരം അസ്വസ്ഥതയിലാണ്. കാരണം യഹൂദർക്ക് എതിരെ ഒരു രാജശാസനം വിളംബരം ചെയ്യപ്പെട്ടിരിക്കുന്നു. യഹൂദരുടെ കൂട്ടക്കൊലയ്ക്കുള്ള രാജശാസനം ഇതാ വിളംബരം ചെയ്യപ്പെട്ടിരിക്കുന്നു. സാധാരണ ജനമാണ് അസ്വസ്ഥരാകുന്നത്. കാരണം ഈ വിളംബരം അധികാരവർഗം ജനപങ്കാളിത്തമോ താല്പര്യമോ പരിഗണിക്കാതെ ഏകപക്ഷീയമായി തയ്യാറാക്കിയ ഒന്നാണ്. ഏകപക്ഷീയമായി ഹാമാൻ രാജാവിനെ തെറ്റായ വിവരങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ച് കൈക്കൂലി കൊടുത്ത് അധികാര ദുർവിനിയോഗം നടത്തി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു രാജശാസ്ത്രമാണ്. അതുകൊണ്ട് സാധാരണക്കാരായ പ്രജകൾ അവരിതിനെ പരിപൂർണമായിട്ട് അംഗീകരിക്കുന്നില്ല. സൂസാ നഗരം അസ്വസ്ഥമാകാൻ രണ്ടാമതൊരു കാരണമുണ്ട്. തങ്ങളുടെ അയൽക്കാരും സഹജീവികളുമായിരുന്ന ഒരു ജനതതി മുഴുവൻ ഒറ്റ ദിവസം കൊണ്ട് കൂട്ടക്കൊല ചെയ്യപ്പെടുന്നതിൽ സാധാരണക്കാരായ പേർഷ്യൻ പൗരന്മാർക്ക് പ്രതിഷേധം ഉണ്ടായിരുന്നുവെന്നും നമുക്ക് അനുമാനിക്കാം. അതുകൊണ്ടാണ് സൂസാ നഗരം അസ്വസ്ഥമായിരുന്നു എന്ന് പറയുന്നു. മറുഭാഗത്ത് തങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു, തങ്ങളുടെ മരണത്തിൻ്റെ സമയം തീയതി കുറിക്കപ്പെട്ടു എന്നറിയുന്ന യഹൂദരും വലിയ ദുഃഖത്തിൽ ദുഃഖിതരും അസ്വസ്ഥരും ആയിട്ടുണ്ട്. യഹൂദരുടെ വംശഹത്യയ്ക്കുള്ള രാജശാസനം എഴുതി മുദ്രവയ്ക്കപ്പെട്ട് വിളംബരം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഈ രാജശാസനത്തിലെ ഓരോ വാക്കുകളും? യഹൂദർക്കെതിരെ ഹാമാൻ എഴുതിയുണ്ടാക്കിയ രാജശാസനത്തിലെ വാക്കുകൾ എന്തൊക്കെയാണ്? അതാണ് 13-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത്. നമുക്ക് ആ ഭാഗമൊന്ന് വായിക്കാം. യഹൂദരുടെ വംശഹത്യയ്ക്കുള്ള രാജശാസനത്തിൻ്റെ ഉള്ളടക്കമാണ് നമ്മൾ ഇനി 13-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് വായിക്കാനായിട്ട് പോകുന്നത്. ആമുഖമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. യഹൂദരെ നശിപ്പിക്കാൻ അഹസ്വേരൂസ് രാജാവിൻ്റെ പേരിൽ അവരുടെ ശത്രുവായിരുന്ന ഹാമാൻ തയ്യാറാക്കിയതാണ് ഈ കത്ത്. എന്തുകൊണ്ടാണ് 3-ാം അധ്യായത്തിന് ശേഷം 13-ാം അധ്യായം ആയ ഈ കത്ത് നമ്മുടെ ബൈബിളിൽ വരുന്നത്? ഇതിനുള്ള കാരണം ഞാൻ നേരത്തെ വിശദീകരിച്ചതാണ്. ഇതിനുള്ള കാരണം ഗ്രീക്ക് ഭാഷയിൽ വിരചിതമായ എഴുതപ്പെട്ട ഈ കത്ത് ഹീബ്രു മൂലകൃതിയോട് കൂട്ടിച്ചേർക്കപ്പെട്ടപ്പോൾ സംഭവിച്ച ഒരു പ്രശ്നമാണ്. അപ്പോൾ ചരിത്രപരവും വസ്തുതാപരവും സത്യസന്ധവുമായ ചില രേഖകളുടെ ചേർത്തുവയ്ക്കൽ വിശുദ്ധ ഗ്രന്ഥം അപ്പടി തന്നെ അംഗീകരിക്കുകയും അതേപോലെ അപ്രകാരം തന്നെ നൽകുകയും ചെയ്യുന്നു എന്നത് സത്യത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സത്യസന്ധതയെയും സുതാര്യതയെയും കൂടുതൽ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ടാണ് 3-ാം അധ്യായത്തിന് ശേഷം 13-ാം അധ്യായമായി ഈ കത്ത് നമ്മൾ കാണുന്നത്. ഈ കത്തിൻ്റെ ഘടന ഒന്ന് പരിശോധിക്കാം. 13-ാം അധ്യായത്തിൻ്റെ 1-2 തിരുവചനങ്ങളിൽ അഹസ്വേരൂസ് എന്ന പേർഷ്യൻ രാജാവിൻ്റെ അപദാനങ്ങൾ പറയുകയാണ്. 13-ാം അധ്യായത്തിൻ്റെ 3-5 തിരുവചനങ്ങളിൽ യഹൂദർക്കെതിരായുള്ള ഹാമാൻ്റെ ഉപദേശം, രാജാവിനോട് ഹാമാൻ നൽകുന്ന ഉപദേശം എന്താണെന്ന് വ്യക്തമാക്കുന്നു.
13-ാം അധ്യായത്തിൻ്റെ 6-7 തിരുവചനങ്ങളിൽ യഹൂദരുടെ വംശഹത്യയ്ക്കുള്ള രാജകൽപ്പന എന്താണ് എന്ന് വ്യക്തമാക്കുന്നു. അതായത് യഹൂദരെ നശിപ്പിക്കാനായിട്ടുള്ള രാജകൽപ്പനയുടെ പകർപ്പാണ് നമ്മളിനി വായിക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം അഹസ്വേരൂസ് രാജാവിൻ്റെ അപദാനങ്ങൾ പറയുന്ന ഭാഗം 13-ാം അധ്യായത്തിൻ്റെ 1-2 തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. കത്തിൻ്റെ പകർപ്പ്. അഹസ്വേരൂസ് മഹാരാജാവ് ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകളിലെ ഭരണാധിപന്മാർക്കും അവരുടെ കീഴിലുള്ള നാടുവാഴികൾക്കും എഴുതുന്നത്: അനേകം ജനതകളുടെ ഭരണാധിപനും ഭൂമി മുഴുവൻ്റെയും യജമാനനുമായ ഞാൻ അധികാരനാട്യം നടത്തി എന്നെ തന്നെ ഉയർത്തുകയല്ല ചെയ്തത്. പ്രത്യുത എല്ലായ്പ്പോഴും ന്യായയുക്തമായും ദയാപൂർവകമായുമാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. എൻ്റെ പ്രജകളും പൂർണ്ണമായ സ്വസ്ഥതയിൽ വസിക്കുന്നതിനും അങ്ങനെ എൻ്റെ രാജ്യത്തെ സമാധാനപൂർണ്ണമാക്കുന്നതിനും അതിൻ്റെ ഏത് ഭാഗത്തും ആർക്കും സഞ്ചരിക്കാൻ കഴിയുമാറ് അതിനെ സുരക്ഷിതമാക്കുന്നതിനും എല്ലാവരും ആഗ്രഹിക്കുന്ന സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. പേർഷ്യൻ രാജാവിൻ്റെ അധികാരവും സാമ്രാജ്യത്തിൻ്റെ വൈപുല്യവുമാണ് ഈ വാക്കുകളിലൂടെ വിശദമാക്കുന്നത്. 127 പ്രവിശ്യകളിൽ വ്യാപിച്ചു കിടക്കുന്ന സാമ്രാജ്യം. 127 പ്രവിശ്യകളിൽ വ്യാപിച്ചു കിടക്കുന്ന സാമ്രാജ്യമെന്ന പ്രസ്താവന ഇവിടെയും അതുപോലെ തന്നെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും നാം കണ്ടതാണ്. ഗവർണർമാരുടെ കീഴിലാണ് ഈ 127 പ്രവിശ്യകളിൽ ഭരണം നടത്തിയിരുന്നത്. പിന്നീട് രാജാവ് പറയുന്ന കാര്യങ്ങൾ ഒറ്റനോട്ടത്തിൽ സതുദ്ദേശപരമായിട്ട് നമുക്ക് തോന്നാം. രാജാവ് പറയുകയാണ്: അനേക ജനതകളുടെ ഭരണാധിപനും ഭൂമി മുഴുവൻ്റെയും യജമാനനുമായ ഞാൻ അധികാരനാട്യം നടത്തി എന്നെ തന്നെ ഉയർത്തുകയല്ല ചെയ്തത്. പ്രത്യുത എല്ലായ്പ്പോഴും ന്യായയുക്തവും ദയാപൂർവകമാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ന്യായയുക്തവും ദയാപൂർവകവും ആണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന അഹങ്കാരത്തിൻ്റെ വാക്കുകളാണ് സത്യത്തിൽ. ഈ സമയവും രാജാവ് മദ്യലഹരിയിലായിരുന്നു, നമ്മൾ ഓർക്കണം. ഹാമാനോടൊപ്പം രാജാവ് മദ്യലഹരിയിൽ വ്യാപരിക്കുമ്പോൾ രാജാവിനെ വാഴ്ത്തിക്കൊണ്ട് അഹങ്കാരത്തിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ഹാമാൻ രാജാവിന് വേണ്ടി ഈ കത്തിൻ്റെ തുടക്കം എഴുതുന്നത്. അതുപോലെ തന്നെ തൻ്റെ രാജ്യത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകണമെന്നാണ് രാജാവിൻ്റെ ലക്ഷ്യമെന്ന് ഈ കത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. എൻ്റെ എല്ലാ പ്രജകളും പൂർണ്ണമായ സ്വസ്ഥതയിൽ വസിക്കുന്നതിനും അങ്ങനെ എൻ്റെ രാജ്യത്തെ സമാധാനപൂർണ്ണമാക്കുന്നതിനും അതിൻ്റെ ഏത് ഭാഗത്തും ആർക്കും സഞ്ചരിക്കാൻ കഴിയുമാർ അതിനെ സുരക്ഷിതമാക്കുന്നതിനും ഏവരും ആഗ്രഹിക്കുന്ന സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. അതായത് ഒറ്റനോട്ടത്തിൽ ലക്ഷ്യം വളരെ വളരെ നല്ലതും ശ്രേഷ്ഠവുമാണ്. എന്നാൽ അതിനവലംബിക്കുന്ന മാർഗം ഒരു ജനതയുടെ ഉന്മൂലനമാണ്. ഹാമാൻ എന്ന രാഷ്ട്രതന്ത്രജ്ഞൻ്റെ യഹൂദരോടുള്ള ശത്രുതയും വൈരാഗ്യവും ഒരു ജനതയുടെ സമൂല നാശത്തിന് ഒരു രാജശാസനമായി മാറിയത് എപ്രകാരമാണെന്ന് തുടർന്ന് ഉള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. 13-ാം അധ്യായത്തിൻ്റെ 3-5 തിരുവചനങ്ങൾ. യഹൂദർക്കെതിരെ ഹാമാൻ്റെ ഉപദേശം. ഇത് എങ്ങനെ സാധിക്കാമെന്ന് എൻ്റെ ഉപദേശകരോട് ചോദിച്ചപ്പോൾ ശ്രേഷ്ഠമായ ജ്ഞാനത്തിൽ നമ്മിൽ ആരെയും അതിശയിക്കുന്നവനും സുസ്ഥിരമായ സന്മനസ്സും ഇളക്കമില്ലാത്ത വിശ്വസ്തതയും കൊണ്ട് അതിവിശിഷ്ടനും
രാജ്യത്ത് 2-ാം സ്ഥാനം നേടിയവനുമായ ഹാമാൻ ഇങ്ങനെ ധരിപ്പിച്ചു: ലോകത്തിലെ എല്ലാ ജനതകളുടെയും ഇടയിൽ ചിതറിക്കിടക്കുന്ന ഒരു ശത്രു ജനതയുണ്ട്. അവരുടെ നിയമങ്ങൾ മറ്റു ജനതകളുടെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. അവർ തുടർച്ചയായി രാജാക്കന്മാരുടെ കൽപ്പനകൾ അവഗണിക്കുന്നു. അങ്ങനെ നാം അത്യധികം ആഗ്രഹിക്കുന്ന രാജ്യത്തിൻ്റെ ഐക്യം സാധിക്കാതെ വന്നിരിക്കുന്നു. ഈ ജനത മാത്രം എല്ലാ മനുഷ്യർക്കും എതിരായി എക്കാലവും വഴിപിഴച്ച വിചിത്ര ജീവിത രീതിയും നിയമങ്ങളും പുലർത്തുന്നു. നമ്മുടെ രാജ്യം സുസ്ഥിരത നേടാതിരിക്കാൻ വേണ്ടി തങ്ങളാൽ കഴിയുന്ന എല്ലാ ഉപദ്രവങ്ങളും ചെയ്തുകൊണ്ട് അവർ നമ്മുടെ ഭരണകൂടത്തിനെതിരെ നിലകൊള്ളുന്നു. അപ്പോൾ ഹാമാൻ രാജാവിന് നൽകുന്ന ഉപദേശമാണിത്. കാരണം രാജാവ് പറയുകയാണ്, എൻ്റെ ലക്ഷ്യം എൻ്റെ രാജ്യത്ത് സമാധാനമുണ്ടാകണം, സുസ്ഥിരതയുണ്ടാകണം, ജനങ്ങൾക്ക് സമാധാനത്തിൽ സഞ്ചരിക്കാൻ സാധിക്കണം. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് രാജാവ് ചോദിച്ചപ്പോൾ ഹാമാൻ കൊടുക്കുന്ന ഉത്തരമാണ്. ഈ ഉത്തരത്തെ വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാം.